ഹായ്, നമസ്കാരം. കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ ഹയർ സെക്കൻഡറി തുല്യത ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഷാനു നാസർ. ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന വിഷയം പ്ലസ് ടു തുല്യതാ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള സാമ്പത്തിക ശാസ്ത്രമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന അധ്യായം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് ടെക്സ്റ്റ് 1 പാർട്ട് 1 ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം എന്ന പാഠമാണ്. ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം, ഇംഗ്ലീഷിൽ പറയും തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഈ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത്യാവശ്യം വലിയൊരു പാഠമാണ്. ആ പാഠത്തിന്റെ പാർട്ട് 1 നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉപഭോഗ ബണ്ടിൽ. ഇംഗ്ലീഷ് നമ്മൾ പറയും കൺസംഷൻ ബണ്ടിൽ എന്ന് പറയും. ഓക്കെ, ഉപഭോഗ ബണ്ടിൽ അല്ലെങ്കിൽ കൺസംഷൻ ബണ്ടിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു കാര്യം സങ്കല്പിക്കും. അതായത് ഒരു ഉപഭോക്താവ് 2 വസ്തുക്കൾ മാത്രം വാങ്ങുന്നു എന്ന് കരുതുക. ഒരു ഉപഭോക്താവ് എന്ത് ചെയ്യുന്നു? 2 വസ്തുക്കൾ മാത്രം വാങ്ങുന്നു. അപ്പോ ഈ 2 വസ്തുക്കൾ വാങ്ങുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? വ്യത്യസ്ത അളവിൽ വാങ്ങാൻ കഴിയും. ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് 2 വസ്തുക്കളുണ്ട്, X1ഉം X2. അല്ലെങ്കിൽ ഉദാഹരണത്തിന് ബുക്കും പേനയും. ഓക്കെ, 2 വസ്തുക്കൾ ബുക്കും പേനയും. എനിക്കൊരു നിശ്ചിത തുക വരുമാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിശ്ചിത എണ്ണം ബുക്കും വാങ്ങാം, നിശ്ചിത എണ്ണം പേനയും വാങ്ങാം. ശരിയല്ലേ? അപ്പൊ ഒരു ഉപഭോക്താവിന് തന്റെ വരുമാന പരിധിക്കുള്ളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന 2 വ്യത്യസ്ത വസ്തുക്കളുടെ കോമ്പിനേഷൻ, സംയോഗത്തെയാണ് എന്ത് കാണിക്കുന്നത്? ഉപഭോഗ ബണ്ടിൽ കാണിക്കുന്നത്. ക്ലിയർ ആയ? ഒരു ഉപഭോക്താവിന് തന്റെ വരുമാന പരിധിക്കുള്ളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന 2 വസ്തുക്കളുടെ വ്യത്യസ്ത സംയോഗങ്ങളെ കാണിക്കുന്ന ബണ്ടിലാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത സംയോഗങ്ങളാണ് എന്ത്? ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിനകത്ത് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ, 2 വസ്തുക്കളെ കാണൂ. ആ 2 വസ്തുക്കൾ വാങ്ങാൻ കഴിയുന്ന പരിധി നിർണ്ണയിക്കുന്നത് എന്തായിരിക്കും? ആ ഉപഭോക്താവിന്റെ വരുമാനമായിരിക്കും. ക്ലിയർ ആയോ? ഇതാണ് ഉപഭോഗ ബണ്ടിൽ. ഓക്കെ, അപ്പൊ പൊതുവെ ഞാൻ 2 സാധനങ്ങൾ ഉണ്ടെന്ന് കരുതുക. ഒന്നാമത്തെ വസ്തു അത് നമുക്ക് ഗുഡ് X1. ഒന്നാമത്തെ വസ്തു നമുക്ക് X1 എന്ന് എടുക്കാം. രണ്ടാമത്തെ വസ്തു നമുക്ക് X2 ആണ്, ഗുഡ് X2. അപ്പൊ ഇതിന്റെ വ്യത്യസ്ത അളവുകളെ കാണിക്കുന്ന സംയോഗം X1 X2 ഇങ്ങനെ എടുക്കും. ഇതാണ് ഉപഭോഗ ബണ്ടിൽ എന്ന് പറയാം. ഓക്കെ, അടുത്തൊരു കാര്യം നമ്മൾ അറിയേണ്ടത് ബജറ്റ് സെറ്റ് ആണ്. ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? 2 വസ്തുക്കൾ വാങ്ങുന്നു. ഏതൊക്കെയാ വസ്തുക്കൾ? X1ഉം X2. 2 സാധനങ്ങൾ, 2 ഗുഡ് വാങ്ങുന്നു. ഗുഡ് 1ഉം ഗുഡ് 2ഉം, X1ഉം X2ഉം. ഇതിന്റെ വില കാണും. ഒന്നാമത്തെ സാധനത്തിന്റെ വില നമുക്ക് P1 കൊണ്ടും രണ്ടാമത്തെ വസ്തുവിന്റെ വില നമുക്ക് P2 കൊണ്ടും സൂചിപ്പിക്കും. ഓക്കെ, ആ ഉപഭോക്താവിന് എന്തുണ്ടായിരിക്കും? ഒരു വരുമാനം ഉണ്ടായിരിക്കും. ഉപഭോക്താവിന്റെ വരുമാനമാണ് എന്ത്? എം. വരുമാനം നമുക്ക് തൽക്കാലം എം കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ ആണല്ലോ? ഇതാണ് ഇതിന്റെ ഒരു ഗണിതശാസ്ത്ര രൂപം. നമുക്ക് സാധാരണ ഇതിലൊരു ഉദാഹരണം നോക്കാം. നമ്മൾ കടയിൽ പോയി 2 വസ്തുക്കൾ വാങ്ങുന്നു. സപ്പോസ് അരിയും വാങ്ങുന്നു, പഞ്ചസാരയും വാങ്ങുന്നു. ഓക്കെ,
ഇതാണ് നമ്മുടെ രണ്ട് വസ്തുക്കൾ. അരിയുടെ വില കിലോയ്ക്ക് 40 രൂപയും പഞ്ചസാരയുടെ വില കിലോയ്ക്ക് 20 രൂപയാണെന്ന് കരുതുക. 1 കിലോ പഞ്ചസാരയ്ക്ക് 20 രൂപയും 1 കിലോ അരിക്ക് 40 രൂപയാണെന്ന് കരുതുക. ഓക്കെ. ഉപഭോക്താവിന്റെ വരുമാനം 100 രൂപയാണ്. നമുക്ക് 100 രൂപ കൂട്ടിയപ്പോ സാധനം വാങ്ങാൻ പറ്റൂല. ഇതിനകത്തുള്ള ലിമിറ്റ് ചെയ്ത് സാധനം വാങ്ങാൻ പറ്റും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ 2 കിലോ അരിയും വാങ്ങാം, 1 കിലോ പഞ്ചസാരയും വാങ്ങാം. ശരിയല്ലേ? 2 കിലോ അരി വാങ്ങാം, 1 കിലോ പഞ്ചസാര വാങ്ങാം. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഏതാ? 2 കിലോ അരിയും 1 കിലോ പഞ്ചസാരയും എനിക്ക് വാങ്ങാൻ പറ്റും. ശരിയാണല്ലോ? ഇല്ലെങ്കിൽ ഞാൻ അരി വാങ്ങുന്നില്ല, 0 യൂണിറ്റ് അരി വാങ്ങുന്നു. അപ്പൊ എനിക്ക് എത്ര യൂണിറ്റ് പഞ്ചസാര വാങ്ങാം? 5 യൂണിറ്റ് പഞ്ചസാര. 5 ഗുണം 20 100 കിട്ടും. അത് അടുത്തൊരു കോമ്പിനേഷൻ, ഒരു സംയോഗമാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? അരിയുടെ അളവിനെ എന്ത് ചെയ്യുന്നു? വില കൊണ്ട് ഗുണിക്കുന്നു. അതാണ് നമുക്ക് ആകെ ചിലവ്. വസ്തുവിന്റെ അളവിനെ വില കൊണ്ട് ഗുണിക്കുന്നതാണ് ആകെ ചിലവ്. ഇത് വരുമാനവുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതുമ്പോൾ കിട്ടുന്ന ഒരു സമവാക്യമാണ് എന്ത്? ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാണും? ഉപഭോഗ ബണ്ടിലും കാണും, അതുപോലെ തന്നെ എന്തും കാണും? വസ്തുക്കളുടെ വിലയും കാണും. ഇവ നമ്മൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതുന്നു? ഉപഭോക്താവിന്റെ വരുമാനവുമായി ബന്ധപ്പെടുത്തി എഴുതുന്നു. ക്ലിയർ ആയോ? രണ്ട് വസ്തുക്കൾ x1 x2. x1ന്റെ വില p1. അപ്പൊ അതിലുണ്ടാകുന്ന ആകെ ചിലവ് x1 p1. ഏതുപോലെ നമ്മളിവിടെ 2 കിലോ അരി വാങ്ങി, 1 കിലോയ്ക്ക് 40 രൂപ നിരക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ കാണിക്കുന്നത് x1 എന്ന് പറഞ്ഞാൽ കിലോഗ്രാം അല്ലെങ്കിൽ അളവാണ്, വസ്തുവിന്റെ അളവാണ്. ദെൻ p കാണിക്കുന്നത് അതിന്റെ വിലയാണ്, പ്രൈസ് ആണ്. പ്ലസ് രണ്ടാമത്തെ വസ്തു x2 ആണ്, അതിന്റെ വില നമ്മൾ എങ്ങനെ എഴുതിയത്? p2. അപ്പോ x1 p1 പ്ലസ് x2 p2, x2 p2, x1 p1 പ്ലസ് x2 p2 എപ്പോഴും എന്തായിരിക്കും? ഒന്നുകിൽ വരുമാനത്തിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും. നമ്മൾ സാധനം ഒരിക്കലും അധികം പൈസക്ക് വാങ്ങില്ല. 100 രൂപ കൊണ്ടുപോയിട്ട് 150 രൂപ സാധനം വാങ്ങും? ഇല്ല. സാധാരണ ഇതിൽ എന്താ ചെയ്യും? ഒന്നുകിൽ 100 രൂപയ്ക്കും തീർത്ത് വാങ്ങും, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ടിനെ വാങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത് ഒരു കണക്കിന്റെ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ ഈ എഴുതുന്ന തുക ഒന്നുകിൽ നമ്മുടെ വരുമാനമായ എമ്മിന് തുല്യമാകാം, അല്ലെങ്കിൽ എമ്മിനേക്കാൾ കുറവായിരിക്കും. ഇനി ഓർമ്മിക്കേണ്ട ഒരു കേസ്, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ. ഇത് ലെസ് ദാൻ, ഇത് ഗ്രേറ്റർ ദാൻ. എപ്പോഴും ഈ വാ തുറന്നിരിക്കുന്ന സ്ഥലത്തുള്ളതാണ് വലിയ സംഖ്യ. വാ തുറന്നിരിക്കുന്ന സ്ഥലത്തുള്ളത് വലിയ സംഖ്യയും അടഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ചെറുതുമായിരിക്കും. അപ്പൊ ഇതിനർത്ഥം എന്താ? നമ്മുടെ ആകെ ചെലവെന്ന് പറയുന്നത് എന്തിനേക്കാൾ കുറഞ്ഞിരിക്കും? നമ്മുടെ വരുമാനത്തെക്കാൾ കുറഞ്ഞിരിക്കും, അല്ലെങ്കിൽ വരുമാനത്തിന് തുല്യമായിരിക്കും. അപ്പൊ ഈ സമവാക്യമാണ് എന്ത്? ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബജറ്റ് സെറ്റ് എന്താ? രണ്ട് വസ്തുക്കളുടെ അളവും വിലയും വരുമാനത്തിന് തുല്യമോ അല്ലെങ്കിൽ വരുമാനത്തിൽ കുറവോ ആണെന്ന് കാണിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സമവാക്യമാണ് എന്ത്? ബജറ്റ് സെറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതിനകത്ത് രണ്ട് വസ്തുക്കൾ കാണും, അതിന്റെ അളവ്, വില, വരുമാനം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതിലൊരു വിലയിരുത്തൽ ചോദ്യമുണ്ട്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായി ചെയ്യുക. ഓക്കെ. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ബജറ്റ് ലൈനാണ്. ഒരു ഉപഭോക്താവിന്റെ ബജറ്റ് ലൈൻ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന കാര്യമാണ് പഠിക്കേണ്ടത്. ഇനി നമുക്ക് സാധാരണ സംശയം തോന്നാറുള്ളത്, നമ്മൾ കടയിൽ പോയി ഒരുപാട് സാധനം വാങ്ങും, പക്ഷെ നമ്മളിവിടെ പറഞ്ഞത് എന്താ? എല്ലാം രണ്ട് വസ്തുക്കളെ പരിമിതപ്പെടുത്തിയാ പറഞ്ഞത്. അതിന്റെ കാരണം, നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് വസ്തുക്കളെ വരയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്കിപ്പോ പഠിക്കാനുള്ളൂ. എക്സും വൈയും. എക്സ് വൈ അക്ഷമല്ലേ നമ്മൾ വരയ്ക്കുക. അപ്പൊ ഇവിടെ ഒരു വസ്തുവിനെ പഠിക്കാം, ഇവിടെ ഒരു വസ്തുവിനെ നമുക്ക് അടയാളപ്പെടുത്തി പഠിക്കാം. അല്ലാതെ കൂടുതൽ വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രാഫായിട്ടോ ഡയഗ്രാമായിട്ടോ ചിത്രീകരിക്കാൻ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം ബുദ്ധിമുട്ടാണ്. ഓക്കെ. വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അത് പഠിക്കാറുണ്ട്. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് എക്സ് വൈ അക്ഷത്തിൽ രണ്ട് വസ്തുക്കളെ മാത്രമേ അടയാളപ്പെടുത്താൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സാധനങ്ങളായിട്ട് എന്തിനെ പരിമിതപ്പെടുത്തിയത്? കൺസ്യൂമർ ബണ്ടിൽ അല്ലെങ്കിൽ ഉപഭോക്തൃ ബണ്ടിലിനെ പരിമിതപ്പെടുത്തിയത്. ഓക്കെ ആണല്ലോ? ദെൻ എന്താണ് ബജറ്റ് ലൈൻ? ബജറ്റ് ലൈൻ
ഈ പറഞ്ഞ അതേ കാര്യമാണ്, ചെറിയൊരു വ്യത്യാസമാണ്. ബജറ്റ് ലൈൻ ആകുമ്പോൾ ഒരു ഉപഭോക്താവ് അദ്ദേഹത്തിന്റെ വരുമാനം പൂർണ്ണമായും വിനിയോഗിച്ച് എന്ത് ചെയ്യുന്നു? 2 വസ്തുക്കൾ വാങ്ങുന്നു. അപ്പൊ ഒരു ഉപഭോക്താവ് തന്റെ വരുമാനം പൂർണ്ണമായും വിനിയോഗിച്ച് 2 വസ്തുക്കളെ വാങ്ങുമ്പോൾ കിട്ടുന്ന സമവാക്യമാണിത്, ബജറ്റ് ഇക്വേഷൻ എന്ന് പറയും. ആ ബജറ്റ് ഇക്വേഷൻ സമവാക്യത്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അതിന് വരച്ചാൽ, ചിത്രരൂപേണ വരച്ചാൽ കിട്ടുന്നതാണ് എന്ത്? ബജറ്റ് ലൈൻ. അപ്പൊ ഈ ഇക്വേഷൻ ഇത്രയും മാറൂ. x1 p1 പ്ലസ് x2 p2, x1 p1 പ്ലസ് x2 p2 ഇത് എന്തിന് തുല്യമായിട്ട് മാറുന്നു? വരുമാനത്തിന് തുല്യമായിട്ട് മാറും. ഈസ് ഈക്വൽ ടു m. അതാണ് എന്ത്? ബജറ്റ് ലൈൻ. ഇപ്പൊ ബജറ്റ് സെറ്റ് വരുമ്പോ x1 p1 പ്ലസ് x2 p2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. ബജറ്റ് ലൈൻ ആണെങ്കിൽ x1 p1 പ്ലസ് x2 p2 ഈസ് ഈക്വൽ ടു m. ഇനി നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഒരു ബജറ്റ് ലൈൻ നമുക്ക് വരച്ചു നോക്കാം. ഇത് x, ഇത് y, ഇത് പോയിന്റ് ഓഫ് ഒറിജിൻ, ആധാര ബിന്ദു. ഇവിടെ ഞാൻ ഗുഡ് 1 അടയാളപ്പെടുത്തുന്നു, ഗുഡ് 1, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം x1. ഗുഡ് 1 ആണ് നമ്മുടെ x1. ഇവിടെ നമ്മൾ ഗുഡ് 2, ഗുഡ് 2നെ അടയാളപ്പെടുത്തും, x2. ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വെറുതെ വരച്ചു. അപ്പൊ ഈ വര എന്റെ XY അക്ഷങ്ങളിൽ ഓരോ ബിന്ദുവിൽ കൂട്ടിമുട്ടും. X അക്ഷത്തിൽ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവിനെ നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറയാൻ എന്താ അർത്ഥം? ബജറ്റ് ലൈൻ ഏതക്ഷവുമായി കൂട്ടിമുട്ടുന്നു? X അക്ഷവുമായി കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഈ Y അക്ഷവുമായി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിനെ നമ്മൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയും. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ക്ലിയർ ആയ? എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, എന്താണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് ക്ലിയർ ആയോ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണെങ്കിൽ എന്താ? ബജറ്റ് ലൈൻ X അക്ഷവുമായി കൂട്ടിമുട്ടുന്നത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും Y അക്ഷവുമായി കൂട്ടിമുട്ടുന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന്റെ അർത്ഥം? ആ ഉപഭോക്താവ് തന്റെ വരുമാനം മുഴുവനും എന്ത് വാങ്ങാൻ ഉപയോഗിക്കുന്നു? X1 വാങ്ങാൻ ഉപയോഗിക്കുന്നു, ഗുഡ് 1 വാങ്ങാൻ ഉപയോഗിക്കുന്നു എന്നർത്ഥം. അപ്പൊ വരുമാനം മുഴുവനും ഉപയോഗിക്കുമ്പോൾ വാങ്ങാൻ കഴിയുന്ന സാധനം 1 അല്ലെങ്കിൽ ഗുഡ് 1ന്റെ അളവാണ് എന്ത്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അപ്പൊ എന്തായിരിക്കും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്? വരുമാനം മുഴുവൻ ഗുഡ് 2 വാങ്ങാൻ ഉപയോഗിക്കുമ്പോൾ ആ ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന ഗുഡ് 2ന്റെ അളവാണ് എന്ത്? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. മനസ്സിലായ? മുഴുവൻ വരുമാനവും ഉപയോഗിച്ച് വാങ്ങാൻ കഴിയുന്ന ഗുഡ് 1ന്റെ അളവ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും മുഴുവൻ വരുമാനവും ഉപയോഗിച്ച് വാങ്ങാൻ കഴിയുന്ന ഗുഡ് 2ന്റെ അളവ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിന്റെയും ഇക്വേഷൻ വരുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ബജറ്റ് ലൈന്റെ സമവാക്യം. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആവുമ്പോൾ അയാൾ എന്ത് വാങ്ങുന്നില്ല? രണ്ടാമത്തെ സാധനം വാങ്ങുന്നില്ല. ശരിയല്ലേ? രണ്ടാമത്തെ സാധനം വാങ്ങുന്നില്ല. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? x1 p1 പ്ലസ് x2 p2 ഈസ് ഈക്വൽ ടു m ൽ ഇത്രയും കാര്യം വാങ്ങുന്നില്ല എങ്കിൽ അതിന്റെ അളവ് എന്താ അർത്ഥം? 0. ശരിയല്ലേ? അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറി? x1 p1 ഈസ് ഈക്വൽ ടു m. x1 p1 ഈസ് ഈക്വൽ ടു m കാണിക്കുന്നത് എന്താണ്? സാധനത്തിന്റെ അളവാണ്. അപ്പൊ നമുക്ക് x1 ആണ് വേണ്ടത്. x1 ഈസ് ഈക്വൽ ടു m ബൈ p1 എന്ന് കിട്ടും. x1 ഈസ് ഈക്വൽ ടു m ബൈ p1 എന്ന് കിട്ടും. ഇതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. m ബൈ p1 ആണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. മനസ്സിലായോ? m ബൈ p1. m എന്തായിരുന്നു? വരുമാനം. p1 എന്തായിരുന്നു? ഒന്നാമത്തെ സാധനം അല്ലെങ്കിൽ ഗുഡ് 1ന്റെ വില. അപ്പൊ m ബൈ p1 ആണ് മൊത്തം വരുമാനത്തെ
സാധനം ഒന്നിന്റെ വില കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് എന്ത്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. ഓക്കെ ആണല്ലോ. ദെൻ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. എന്താ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇതേ സിറ്റുവേഷൻ തിരിച്ചു വരും. അയാളുടെ വരുമാനം ഉപയോഗിച്ച് അയാൾ എന്ത് മാത്രമേ വാങ്ങുന്നുള്ളൂ? രണ്ടാമത്തെ സാധനം മാത്രമേ വാങ്ങുന്നുള്ളൂ. അപ്പം ബജറ്റ് ഇക്വേഷൻ സമവാക്യത്തിൽ നിന്ന് x1p1 പ്ലസ് x2p2 ഈസ് ഈക്വൽ ടു m ൽ എന്ത് സീറോ ആകും? ഒന്നാമത്തെ സാധനം വാങ്ങുന്നില്ല, അപ്പൊ അതിന്റെ അളവ് സീറോ ആകും. ബാക്കി ഇനി ആരൊക്കെ ഉണ്ട്? x2p2 ഈസ് ഈക്വൽ ടു m. നമുക്ക് വേണ്ടത് x2 ആണ്. x2 ഈസ് ഈക്വൽ ടു m ബൈ p2. അപ്പൊ ഇവിടുത്തെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് m ബൈ p2 ആണ്. എന്ന് പറഞ്ഞാൽ ഉള്ള വരുമാനം മുഴുവനും ഉപയോഗിച്ച് രണ്ടാമത്തെ സാധനം വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് വാങ്ങാൻ കഴിയുന്ന വസ്തുവിന്റെ അളവാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഇതാണ് ബജറ്റ് ലൈനിന്റെ രൂപവും അതിന്റെ രണ്ട് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റൂ? ബജറ്റ് ലൈൻ വരയ്ക്കാൻ കഴിയൂ. ഇനി നമുക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് ഈ ബജറ്റ് ലൈൻ ഇങ്ങനെ നിൽക്കട്ടെ. ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഉപഭോക്താവിന്റെ വരുമാനം 200 രൂപ. ഉപഭോക്താവിന്റെ വരുമാനം 200 രൂപ. ഉപഭോക്താവിന്റെ വരുമാനം 200 രൂപ. ഓക്കെ, ഗുഡ് ഒന്നിന്റെ വില 25 രൂപ. ഗുഡ് രണ്ടിന്റെ വില 40 രൂപ. ഗുഡ് രണ്ടിന്റെ വില 40 രൂപ. നമുക്ക് എന്താ വേണ്ടത്? ഒരു ബജറ്റ് സെറ്റ് വരയ്ക്കണം, അല്ലെങ്കിൽ സെറ്റ് വേണം. ബജറ്റ് ലൈനിന്റെ സമവാക്യം വേണം. ഒരു ബജറ്റ് ലൈൻ വരയ്ക്കണം. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെ ചെയ്യുമെന്ന് ആദ്യം നോക്കാം. അപ്പൊ എന്താണ് ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ? ബജറ്റ് സെറ്റ് എന്താ? P1 x1 പ്ലസ് P1 x1 അല്ലെങ്കിൽ x1 P1 പ്ലസ് x2 P2. നമ്മൾ x1 P1 അല്ലേ? അപ്പൊ x1 P1 പ്ലസ് x2 P2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. ഇനി ഒന്നാമത്തെ സാധനത്തിന്റെ വില 25. അപ്പൊ 25 x1 പ്ലസ് രണ്ടാമത്തെ സാധനത്തിന്റെ വില 40 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമാനം 200. ഇതാണ് ബജറ്റ് സെറ്റ്. ബജറ്റ് ലൈനിന്റെ സമവാക്യം ആകുമ്പോഴും ഇതേ കാര്യം തന്നെ. ഇത് ബജറ്റ് ലൈൻ ആണ് എഴുതാൻ പോകുന്നത്. ബജറ്റ് ലൈൻ എന്തുവരും? 25 x1 പ്ലസ് 40 x2. ഇത് മാറി എന്താകുന്നു? സമം 200. ഇത്രയും ക്ലിയർ ആയ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെയാ കാണുക? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കാണും? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കാണും? പറയൂ. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിന്റെ ഇക്വേഷൻ എന്താ? m ഡിവൈഡഡ് ബൈ p1. m ഡിവൈഡഡ് ബൈ p1 അല്ലേ? ഒന്നാമത്തെ സാധനം വാങ്ങാൻ കഴിയുന്ന അളവ്. അതാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. m ഡിവൈഡഡ് ബൈ p1. എന്താണ് ഇവിടുത്തെ m? 200 ഡിവൈഡഡ് ബൈ എന്താണ്? p1 25. അപ്പൊ ആൻസർ എത്ര കിട്ടും? 8. ദെൻ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണെങ്കിലോ? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണെങ്കിലോ m ഡിവൈഡഡ് ബൈ p2 ഈസ് ഈക്വൽ ടു m എത്ര? 200 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ വില 40 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കിട്ടി. ഇനി എങ്ങനെയാ നമ്മൾ വരയ്ക്കുക? എങ്ങനെ വരയ്ക്കും? ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇത് x ആണ്, അല്ലെങ്കിൽ ഗുഡ് x1 ആണ്. ഇത് y ആക്സിസ് ആണ്, x2 ആണ്. ഓക്കെ, അപ്പൊ വരയ്ക്കുമ്പോ 1 സെന്റിമീറ്റർ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാം. 1 2 3 4 5 6 7 8. എക്സും അതേപോലെ എടുക്കുക, വൈയും അതുപോലെ എടുക്കുക. 1 2 3 4 5. ഓക്കെ,
വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്രയായിരുന്നു? 5 യൂണിറ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാണ്? 8 യൂണിറ്റ്. ഇത് യോജിപ്പിച്ച് ഒരു സ്കെയിലിന് ഒരു സ്ട്രൈറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ ബജറ്റ് ലൈൻ എന്ന് പറയുക. ഇതിന്റെ മുകളിൽ ഇക്വേഷൻ കൂടെ എഴുതുക. എന്താ ഇക്വേഷൻ? 25x1 plus 40x2 is equal to 200. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള പൂർണ്ണമായ മാർക്കെല്ലാം സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ ഈ ബജറ്റ് ലൈൻ വരച്ചപ്പോൾ ഒരു ചരിവില്ലേ? എങ്ങനെയാണ് നമ്മൾ ബജറ്റ് ലൈനിന്റെ ചരിവ് കണ്ടുപിടിക്കുക എന്നതാണ്. ബജറ്റ് ലൈനിന്റെ ചരിവ് എങ്ങനെ കണ്ടുപിടിക്കും? ചരിവ്, ബജറ്റ് ലൈനിന്റെ ചരിവ് കാണിക്കുന്നത് ഇവിടെ നോക്കി. നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും ഒന്നിന്റെ അളവ്, സാധനം ഒന്നിന്റെ അളവ് കൂട്ടും, രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് കുറയ്ക്കും, അല്ലേ? അപ്പൊ ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എത്ര യൂണിറ്റ് രണ്ടാമത്തെ സാധനം കുറയ്ക്കുന്നു? എത്ര യൂണിറ്റ് രണ്ടാമത്തെ സാധനം കുറയ്ക്കുന്നു എന്നതാണ് എന്ത് കാണിക്കുക? ബജറ്റ് ലൈനിന്റെ ചരിവ് കാണിക്കുന്നത്. മനസ്സിലായ? ഒരു സാധനത്തിന്റെ അളവ് 1 യൂണിറ്റ് വർദ്ധിപ്പിക്കാൻ അടുത്ത സാധനത്തിന്റെ അളവ് എത്ര യൂണിറ്റ് കുറയ്ക്കുന്നു എന്നതാണ് ബജറ്റ് ലൈനിന്റെ ചരിവ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചരിവ് എന്ന് പറയുന്ന സമവാക്യം ഇതാണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് divided by horizontal intercept. Vertical intercept divided by horizontal intercept. ഓക്കെ, ഇന്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിനെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിനോട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ചരിവ് കിട്ടും. എന്തായിരുന്നു വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്? m ഡിവൈഡഡ് ബൈ p2. m ഡിവൈഡഡ് ബൈ p2 ആണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഡിവൈഡഡ് ബൈ എന്തായിരുന്നു ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്? m ഡിവൈഡഡ് ബൈ p1. അപ്പൊ ഇതൊരു ഭിന്നസംഖ്യയല്ലേ? ഹരിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പൊ m ഡിവൈഡഡ് ബൈ p2 ഇൻറ്റു p1 ഡിവൈഡഡ് ബൈ m എന്ന് കിട്ടും. m ക്യാൻസൽ ആയി പോകും. p1 ഡിവൈഡഡ് ബൈ p2 എന്ന് കിട്ടും. ഇതാണ് എന്ത്? ബജറ്റ് ലൈനിന്റെ ചരിവ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സാധനത്തിന്റെ വിലയെ രണ്ടാമത്തെ സാധനത്തിന്റെ വില കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബജറ്റ് ലൈനിന്റെ ചരിവ് കിട്ടും. ഇവിടെ എന്തായിരുന്നു ഒന്നാമത്തെ സാധനത്തിന്റെ വില? p1 എത്രയായിരുന്നു ആ ക്വസ്റ്റ്യനില്? 25. p1 25 ഡിവൈഡഡ് ബൈ p2 40. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കാം. ഈ ബജറ്റ് ലൈൻ താഴേക്ക് വരുന്ന ബജറ്റ് ലൈൻ ആയതുകൊണ്ട് അതിന്റെ ചരിവ് നമ്മൾ ഒരു നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ താഴേക്ക് വരുന്ന ബജറ്റ് ലൈൻ അല്ലെങ്കിൽ ഏത് ലൈൻ ആയാലും അതിന്റെ ചരിവ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 5 25 8 5 40 ഈസ് ഈക്വൽ ടു 5/8 -5/8. അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്ര? 5 ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്ര? 8. അത് എഴുതിയാലും ആൻസർ ആയി. ഓക്കെ, അപ്പൊ ഇതാണ് ബജറ്റ് ലൈനിന്റെ ചരിവ് എന്ന് പറയുന്നത്. ബജറ്റ് ലൈനിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും? ബജറ്റ് ലൈനിൽ ഉണ്ടാകുന്ന മാറ്റം എപ്പോഴൊക്കെയാണ് ഒരു ബജറ്റ് ലൈനിൽ മാറ്റം സംഭവിക്കും? ബജറ്റ് ലൈനിലെ മാറ്റങ്ങൾ. ബജറ്റ് ലൈനിലെ മാറ്റങ്ങളെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്ന് വരുമാനം, ഉപഭോക്താവിന്റെ വരുമാനം. രണ്ടാമത്തെ ഘടകം സാധനങ്ങളുടെ വില. ഈ 2 ഘടകങ്ങളുമാണ് എന്തിനെ സ്വാധീനിക്കുക? ബജറ്റ് ലൈനിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാക്കുന്ന ഘടകങ്ങൾ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം നോക്കാം, വരുമാനം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വരുമാനം m ആണ്,
അദ്ദേഹത്തിന്റെ വരുമാനം കൂടി എം ഡാഷ് ആയിട്ട് കൂടി. വരുമാനം എമ്മിൽ നിന്ന് എം ഡാഷ് ആയിട്ട് കൂടി. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ സാധനം വാങ്ങാനായിട്ട് കഴിയും. ശരിയല്ലേ? വരുമാനം കൂടിയാൽ ആ ഉപഭോക്താവിന് എന്ത് ചെയ്യാം? കൂടുതൽ സാധനം വാങ്ങാം. അപ്പൊ വരുമാനം കൂടിയാൽ, അതിൽ ആദ്യം വരുന്നത് വരുമാനം കൂടിയാൽ എന്ത് സംഭവിക്കും? കൂടുതൽ സാധനം വാങ്ങാനായിട്ട് കഴിയും. അപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ എക്സ് വൈ, ഇത് x1, ഇത് x2, ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ബജറ്റ് ലൈൻ. എന്തായിരുന്നു? P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M. ഉപഭോക്താവിന്റെ വരുമാനം കൂടിയാൽ ബജറ്റ് ലൈൻ എന്ത് ചെയ്യും? ഈ ലൈനിന് പാരലായിട്ട് ഇങ്ങോട്ട് മാറും. വരുമാനം കൂടിയാൽ ബജറ്റ് ലൈൻ വലത്തേക്ക് മാറും. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഇന്റർസെപ്റ്റ് എന്താ? M ഡിവൈഡഡ് ബൈ P1. ഇവിടുത്തെ ഇന്റർസെപ്റ്റ് M ഡിവൈഡഡ് ബൈ P2. പുതിയ വരുമാനം എന്തായിരുന്നു? M ഡാഷ് ആണ്. അപ്പൊ P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറി? M ഡാഷ് ആയിട്ട് മാറി. അപ്പൊ ഇവിടുത്തെ ഇന്റർസെപ്റ്റ് എന്താകും? M ഡാഷ് ഡിവൈഡഡ് ബൈ P1 ഉം ഇവിടുത്തെ ഇന്റർസെപ്റ്റ് M ഡാഷ് ഡിവൈഡഡ് ബൈ P2 ഉമായിട്ട് മാറും. ഓക്കെ. അപ്പൊ വരുമാനം കൂടിയാൽ ബജറ്റ് ലൈൻ വലത്തേക്ക് മാറും. ഇനി വരുമാനം കുറഞ്ഞാലോ? ഇതാണ് നമ്മുടെ ഒറിജിനൽ ബജറ്റ് ലൈൻ. P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M. ഇവിടുത്തെ ഇന്റർസെപ്റ്റ് M ബൈ P1 ഉം ഇവിടുത്തെ ഇന്റർസെപ്റ്റ് M ബൈ P2 ഉമാണ് നമ്മുടെ ഒറിജിനൽ ബജറ്റ് ലൈൻ. വരുമാനം കുറയുന്നു. അപ്പൊ എന്ത് ചെയ്യും? അയാൾക്ക് നേരത്തെ വാങ്ങിയ സാധനം വാങ്ങാൻ പറ്റുമോ? ഇല്ല. അയാളുടെ ബജറ്റ് ലൈനും താഴേക്ക് വരും. ഇത് സമാന്തരമായിരിക്കും. ഈ അകലം തുല്യ അകലമായിരിക്കും. അപ്പൊ എന്തുന്നു? ഇവിടുത്തെ ഇന്റർസെപ്റ്റ് M ഡാഷ് P2. ഇവിടുത്തെ ഇക്വേഷൻ എന്താ? P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M ഡാഷ്. ഇവിടുത്തെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് M ഡാഷ് ഡിവൈഡഡ് ബൈ P1. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് M ഡാഷ് ഡിവൈഡഡ് ബൈ P2. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ്, സാധനത്തിന്റെ വിലയിൽ മാറ്റം വരുമ്പോ എന്ത് സംഭവിക്കും? സാധനത്തിന്റെ വിലയിൽ മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും? അപ്പൊ വിലയിൽ രണ്ട് മാറ്റം വരാം. ഒന്നുകിൽ വില എന്ത് ചെയ്യാം? കുറയാം. അല്ലെങ്കിൽ വില എന്ത് ചെയ്യാം? കൂടാം. വില കൂടിയാൽ, ഇവിടെ വില കുറഞ്ഞാൽ. ഓക്കെ. സാധനത്തിന്റെ വില കുറയുന്നു. നമുക്ക് ആദ്യം x1ന്റെ വില കുറച്ച് നോക്കാം. x1ന്റെ വില കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ P1 കുറഞ്ഞു എന്നാണ്. വില കുറയുമ്പോൾ ഉപഭോക്താവിന് എന്ത് ചെയ്യാൻ പറ്റും? ആ സാധനം കൂടുതൽ വാങ്ങാൻ പറ്റും എന്നാണ് നമ്മുടെ അസംഷൻ. വില കുറഞ്ഞാൽ ആ സാധനം കൂടുതൽ വാങ്ങാൻ പറ്റും. ശരിയല്ലേ? ഉദാഹരണത്തിന് ഇതാണ് നമ്മുടെ ബജറ്റ് ലൈൻ. ഇതാണ് നമ്മുടെ ഒറിജിനൽ ബജറ്റ് ലൈൻ. P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M. ഇവിടെ എന്ത് സംഭവിക്കുന്നു? P1 ഒന്നാമത്തെ വില കുറയുന്നു. അപ്പൊ അതിന്റെ അളവ് എന്താ? കൂടുതൽ വാങ്ങാനായിട്ട് കഴിയും ഉപഭോക്താവിന്. കൂടുതൽ ഞാൻ അകത്തോട്ട് എഴുതണേ. P1 x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M. ദെൻ ഇവിടുത്തെ ഇന്റർസെപ്റ്റ് M ഡിവൈഡഡ് ബൈ P1, ഇവിടുത്തെ ഇന്റർസെപ്റ്റ് M ഡിവൈഡഡ് ബൈ P2. പ്രൈസ് കുറഞ്ഞാൽ ആ സാധനം കൂടുതൽ വാങ്ങാം. അപ്പം ബജറ്റ് ലൈൻ എങ്ങോട്ട് മാറും? ശ്രദ്ധിച്ചോളേ. ബജറ്റ് ലൈൻ എങ്ങോട്ട് മാറും? വലത്തേക്ക് മാറും. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് മാറോ? ഇല്ല, മാറില്ല. ഏതേ മാറൂ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റേ മാറൂ. x1ന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റേ മാറും. അപ്പൊ ഇവിടുത്തെ പുതിയ ഇന്റർസെപ്റ്റ് ഏതായിരിക്കും? M ഡിവൈഡഡ് ബൈ P1 ഡാഷ് ആയിരിക്കും. മനസ്സിലായ? അപ്പം വില കുറഞ്ഞ് എന്തായി മാറുന്നു? P1 ഡാഷ് ആയിട്ട് മാറിയാൽ ബജറ്റിന്റെ ഇക്വേഷൻ എന്താകും? P1 ഡാഷ് x1 പ്ലസ് P2 x2 ഈസ് ഈക്വൽ ടു M എന്ന് കിട്ടും. ഇവിടെ വരുമാനത്തിൽ മാറ്റം ഇല്ലാത്തതുകൊണ്ട് എന്ത് മാറില്ല? വരുമാനത്തിനും രണ്ടാമത്തെ വസ്തുവിന്റെ വിലയിലും മാറ്റം ഇല്ലാത്തത് കൊണ്ട് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് മാറില്ല, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാത്രമേ മാറൂ. ഇനി ഇതുപോലെ എന്ത് ചെയ്യാം? x2ന്റെ വില കുറയാം. x2ന്റെ വില കുറയുന്നു. x2ന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഏതാർത്ഥം?
P2 കുറഞ്ഞ് ഏതായിട്ട് മാറുന്നു? P2 ഡാഷ് ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ ഒറിജിനൽ ബജറ്റ് ലൈൻ. P1 x1 plus P2 x2 is equal to m. ഓക്കെ, x2 ന്റെ വില പറഞ്ഞാൽ അതെന്ത് ചെയ്യാൻ പറ്റും? അത് കൂടുതൽ വാങ്ങാൻ പറ്റും. അപ്പം ബജറ്റ് ലൈൻ എങ്ങോട്ട് മാറും? ഇത് m ഡിവൈഡഡ് ബൈ P2. ഇവിടെ ആകുമ്പോൾ m ഡിവൈഡഡ് ബൈ P2 ഡാഷ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാറ്റമില്ല. എന്തിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിലെ മാറ്റം വരുന്നുള്ളൂ. ഇതാണ് x1 ന്റെ വില കുറയുമ്പോഴും x2 ന്റെ വില കൂടുമ്പോഴുമുള്ള x2 ന്റെ വില കുറയുമ്പോഴുമുള്ള അവസ്ഥ. ബജറ്റ് ലൈൻ മുകളിലേക്ക്. വില കൂടിയാലോ? ഈ സിറ്റുവേഷൻ തിരിച്ച് സംഭവിക്കും. അപ്പൊ x1 ന്റെ വില കൂടുന്നു, x1 ന്റെ വില കൂടുന്നു. എന്നാൽ ഇത് ഒറിജിനൽ ബജറ്റ് ലൈനും ഇത് രണ്ടാമത്തെ ബജറ്റ് ലൈനുമായിട്ട് മാറും. മനസ്സിലായില്ലേ? അത് സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്നത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത്. ഈ ബജറ്റ് ലൈനിലെ മാറ്റം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വില കൂടുമ്പോൾ ഉള്ളത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ പാഠപുസ്തകം വായിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക്സ് ടു ഓൾ.